വല്യമ്മ മുത്തശ്ശൻ വിളിച്ചിരുന്നു. എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശന് ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടിയിട്ടാകും. ജിത്തു അതും പറഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങി. അമ്മ, ആ ബെഡ് ഇതിനോട് ചേർത്തിടാമായിരുന്നു. ഞങ്ങൾക്ക് മിണ്ടിയും പറഞ്ഞു കിടക്കാമായിരുന്നു. അതെ ശ്രീകുട്ട, ഇത് ഹോസ്പിറ്റലാ, വീടല്ല. സുദേവൻ അവനെ കളിയാക്കി പറഞ്ഞു. സീതയെ ഒന്ന് നോക്കി. ആരാ പറഞ്ഞ് രണ്ടിനോടും ഈ പണി ചെയ്യാൻ? ഇങ്ങനെ ആയില്ലെങ്കിൽ 2-3 ആഴ്ച കൊണ്ട് കല്യാണം കഴിച്ച് മിണ്ടിയും പറഞ്ഞ് കിടക്കാമായിരുന്നല്ലോ. സീത ചുണ്ടുകൊട്ടി പറഞ്ഞ് അവർക്ക് ഇരുവർക്കും കഴിക്കാനുള്ള ഫ്രൂട്ട് എടുത്ത് കഴുകാനായി പോയി. ശ്രീ മുകളിലേക്ക് നോക്കിയൊരു ദീർഘനിശ്വാസം വിട്ടു. 3-4 ദിവസം നച്ചുവും ശ്രീയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. വീട്ടിലെത്തിയതും ശ്രീയുടെ റൂമിലേക്ക് ശ്രീയെ കൊണ്ടു കിടത്തി. 2-3 ആഴ്ച കാല് നിലത്താൻ കുത്താൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സുദേവനോ അപ്പുവോ എപ്പോഴും അവൻ്റെ കൂടെ വേണം. ബേക്കറിയിൽ അപ്പുവോ ശ്രീയോ ഇല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ അപ്പുവിനെ പറഞ്ഞു വിട്ടു. പിന്നെ സുദേവനും ജിത്തുവും ഒക്കെ ആയിരുന്നു അവൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. സീത ഭക്ഷണം വാരിക്കൊടുക്കും. നച്ചുവിൻ്റെ മുറിവ് ആഴമുള്ളതാണെങ്കിലും ക്ഷീണം മാറിത്തുടങ്ങിയതും ഒരുവിധം ആരോഗ്യം ശരിയായി തുടങ്ങിയ നച്ചു പിന്നെ ശ്രീയുടെ റൂമിൽ തന്നെയാണ്. നച്ചൂട്ടി, ശ്രീയേട്ടാ കളിക്കല്ലേ, വയ്യാത്തതൊന്നും ഞാൻ നോക്കില്ല കേട്ടോ, നല്ല പിച്ച് വച്ച് തരും. നച്ചുവിനെ ആരുമില്ലാത്ത അടുത്ത് കിട്ടിയാൽ പിന്നെ ഒറ്റ കൈയാണെങ്കിലും അവളെ വെറുതെ വിടില്ല. തൊട്ടും പിടിക്കലും നച്ചു അവൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. നല്ല കുട്ടിയല്ലേ, ഒരു പ്രാവശ്യം മതി നച്ചോ. ഇന്ന് എവിടെയാ വേണ്ടത്? ഇതാ ഇവിടെ. അവളുടെ ചുണ്ടിനെ തൊട്ട് അവൻ കാണിച്ചു കൊടുത്തു. നച്ചു ബെഡിൽ അവൻ്റെ അടുത്തേക്ക് കയറിയിരുന്നു. അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടടുപ്പിച്ചു. താഴെ ചുണ്ട് നന്നായി ഒന്ന് കടിച്ചു വിട്ടു. ഹോ, നീ പട്ടി കുഞ്ഞാണോ, പൊട്ടിയോ എന്തോ? ശ്രീ ചുണ്ട് വലിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി ഞാൻ നിർത്തി. എൻ്റെ കഴുത്തിൽ എന്ന് താലി വീഴുന്നോ അന്നേ ഇനി എന്നെ തൊടാനും പിടിക്കാനും ഞാൻ സമ്മതിക്കൂ. ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം ഞാൻ ഫ്രീ ആകുമല്ലോ. പിന്നെ ഞാനൊരു വരവ് വരുന്നുണ്ട് നിൻ്റെ അടുത്തേക്ക്. ഞാൻ പറഞ്ഞതേ താലി കെട്ടിയിട്ട് എന്ന, അല്ലാതെ ബാൻഡേജ് വെട്ടിയിട്ട് എന്നല്ല. അല്ല നച്ചോ, മുത്തശ്ശന് നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലല്ലോ. ബാൻഡേജ് അടുത്ത ആഴ്ച വെട്ടില്ലേ, അതിൻ്റെ അടുത്ത ആഴ്ച വിവാഹം നടത്തിയാലെന്താ? നല്ല ആഗ്രഹമാണല്ലോ മനുഷ്യ. അതെ, ബാൻഡേജ് വെട്ടിയാലും കാലിനും കൈയിനും റെസ്റ്റ് വേണ്ടി വരും. അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. നിൻ്റെ അടുത്ത് വല്ല വിവരവുമുണ്ടോ നമ്മുടെ കല്യാണത്തിൻ്റെ? ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാഞ്ഞിട്ട് താഴത്തെ ഒരു വിവരവുമില്ല. ഞാനും ഏത് നേരവും ഇതിൻ്റെ ഉള്ളിലല്ലേ. ഒരു കണക്കിന് നീ ഇതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് 1.5 മാസം കഴിഞ്ഞത് അറിഞ്ഞില്ല. അവൻ ചുണ്ട് കടിച്ചുകൊണ്ട് പറഞ്ഞു. അവിടുന്ന് പാവമല്ലേ എന്ന് കരുതിയ നച്ചോ ചുണ്ട് കോപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ ചുണ്ട് കൂർപ്പിക്കല്ലേ നച്ചോ, അത് കാണുമ്പോഴാ മനുഷ്യൻ്റെ കൺട്രോൾ പോകുന്നത്. ഇവിടെ ഒരാൾക്ക് വയ്യാത്തതാ എന്നൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. ആർക്ക് ശ്രീയേട്ടാ മനസ്സിലാവാത്തത്? അതൊക്കെ ഏട്ടൻ പിന്നെ പറഞ്ഞു തരണ്ട്. ഏട്ടൻ്റെ കുട്ടി ഏട്ടൻ്റെ പുറമൊന്ന് മസാജ് ചെയ്തതാ. ഇങ്ങനെ ഇരുന്നും കിടന്നും മടുത്തു. നച്ചു ബെഡിൽ ശ്രീയുടെ ബാക്കിൽ ചെന്നിരുന്നു. അവൻ്റെ നഗ്നമായ പുറം നന്നായി പിടിച്ചമർത്തി കൊടുത്തു. നച്ചോ, അപ്പച്ചി, സീത വിളിച്ചുകൊണ്ട് ശ്രീയുടെ മുറിയിലേക്ക് വന്നു. ഇതാ രണ്ടാളും ഇത് കഴിച്ചേ. ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് നച്ചുവിന് കൊടുത്തു. ശ്രീ, തിങ്കളാഴ്ച അല്ലേ ഇതൊക്കെ കഴിക്കാൻ പോകുന്നത്? അമ്മ, എന്നാൽ അടുത്ത ആഴ്ച മുത്തശ്ശൻ കല്യാണം ഡേറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ക്ഷണമെല്ലാം കഴിഞ്ഞു. ഇനി താലിമാലയും മോതിരവും പുടവയും നച്ചുവിനുള്ള സ്വർണവും എല്ലാം ബുധനാഴ്ചയോ മറ്റോ പോയി വാങ്ങണം. സത്യ അമ്മ? ശ്രീ വിശ്വസിക്കാൻ പറ്റാതെ അമ്മയോട് ചോദിച്ചു പോയി. നച്ചുവും കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്. അച്ഛൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന അന്നു തന്നെ ജാതവും നോക്കിക്കലും ഡേറ്റ് കുറിക്കലും എല്ലാം ചെയ്തു വച്ചിരുന്നു. ഇന്ന് പറഞ്ഞാൽ മതിയെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതാണ് ആരും കല്യാണത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കാതിരുന്നത്. സീത അതും പറഞ്ഞ് റൂമിൽ നിന്നും പോയി. ശ്രീ നച്ചുവിനെ ഇടത് കൈകൊണ്ട് വലിച്ച് അവൻ്റെ മടിയിലേക്കിട്ട് അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ച് ചുംബനം കൊണ്ട് മൂടി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ബാൻഡേജ് വെട്ടി ശ്രീ ഫിസിയോതെറാപ്പിയും ഒക്കെയായി തിരക്കിലാണ്. കൂടെ കല്യാണത്തിൻ്റെ ഒരുക്കവും മറ്റുമായി ശ്രീക്കും നച്ചുവിനും പിന്നെ അധികം അടുത്ത് കാണാൻ കിട്ടാറില്ല. എന്നാലും രാത്രിയിൽ ശ്രീയുടെ വോയിസ് മെസ്സേജും വീഡിയോ കോളും അവൾക്കുണ്ടാകും. ഇന്ന് കല്യാണത്തലേന്നാണ്. നച്ചു മൈലാഞ്ചിട്ട് ഒരുങ്ങി നടക്കുന്നുണ്ട്. ശ്രീക്കാണെങ്കിൽ കല്യാണത്തിൻ്റെ ഓരോ തിരക്കിലാണ്. നച്ചുവിനെ ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷേ അച്ഛൻ്റെ കണ്ണുവെട്ടിച്ച് പോകാനും പറ്റാത്ത അവസ്ഥയിലാണ്. ചിലപ്പോൾ അവന് തോന്നും ഇവർ നച്ചുവിനെ കാണാതിരിക്കാൻ തൻ്റെ പിന്നാലെ നടക്കുകയാണോ എന്ന്. അതുപോലെയാണ്. ഒന്നുകിൽ അച്ഛനുണ്ടാകും, അല്ലെങ്കിൽ ചെറിയച്ഛൻ. അങ്ങനെ ആരെങ്കിലും എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. നച്ചു ഉറങ്ങുവോളം അവളെ കാണാൻ കൂടി കിട്ടിയില്ല.
രാത്രി ഊണ് കഴിക്കുമ്പോൾ ഒരു നോട്ടം കണ്ടു. അപ്പോഴും അവളുടെ കൂടെയും ആരെങ്കിലും ആയിട്ടുണ്ടാകും. ശ്രീ കിടക്കാൻ പോകുമ്പോഴാണ് മുത്തശ്ശൻ അവൻ്റെ റൂമിലേക്ക് വിളിച്ചത്. ശ്രീകുട്ട, ഇത് നിൻ്റെ പേരിലേക്ക് എഴുതി വെച്ച ആധാരമാണ്. ഇതിൽ ഇനി മുത്തശ്ശന് ഒരു അവകാശവുമില്ല. എൻ്റെ കുട്ടി ഇത് മുത്തശ്ശൻ്റെ കാലശേഷവും നന്നായി കൊണ്ടു നടക്കണം. മുത്തശ്ശൻ 5 ബേക്കറി ഷോപ്പും ശ്രീയുടെ പേരിലേക്കാക്കിയ ആധാരം അവന് നൽകി. മുത്തശ്ശ, ഇതൊന്നും എനിക്ക് വേണ്ട. മുത്തശ്ശൻ്റെ പേരിൽ തന്നെ നിന്നോട്ടെ. ഞാൻ ഇതുവരെ നോക്കിക്കൊണ്ട് നടന്ന പോലെ ശ്രദ്ധിച്ചു കൊള്ളാം. വേണ്ട ശ്രീകുട്ട, നാളെ നിൻ്റെ വിവാഹമാണ്. ഇതുവരെ നിൻ്റെ ഇഷ്ടത്തിനായിരുന്നു നീ ജീവിച്ചിരുന്നതെങ്കിൽ നാളെ നിൻ്റെ പങ്കാളിയുടെ ഇഷ്ടം കൂടി നീ നോക്കണം എല്ലാ കാര്യത്തിലും. നാളെ മുതൽ നിനക്ക് ഉത്തരവാദിത്വം കൂടുകയാണ്. മുത്തശ്ശൻ പറയുന്നത് എൻ്റെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ മുത്തശ്ശ, എൻ്റെ നച്ചുട്ടിയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. നിൻ്റെ അവസാന ശ്വാസം വരെ നിൻ്റെ തണലുണ്ടാവണം എൻ്റെ കുഞ്ഞിന്. അതൊരു പാവമാണ്. 8ാം വയസ്സിൽ അമ്മയും അച്ഛനും പോയിട്ടും നീ ഇറങ്ങിപ്പോയ അന്ന് എൻ്റെ കുട്ടി കാണിച്ചു കൂട്ടിയ പോലെയുള്ള എൻ്റെ കുട്ടിയുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. അന്നേ ഞാൻ മനസ്സിലാക്കിയതാ എൻ്റെ നച്ചുട്ടിക്ക് നീ എത്ര പ്രിയപ്പെട്ടതാണെന്ന്. എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത് ശ്രീകുട്ട. അത് മുത്തശ്ശൻ മണ്ണടിഞ്ഞാലും പുറത്തു തരില്ല. എൻ്റെ കുഞ്ഞിനെ നിൻ്റെ കുഞ്ഞിനെ പോലെ നീ നോക്കണം. നീ നോക്കുമെന്ന് മുത്തശ്ശൻ അറിയാം. അതുകൊണ്ടാണല്ലോ സ്വന്തം ജീവൻ കളയാൻ നീയും ശ്രമിച്ചത്. നിങ്ങൾ സന്തോഷത്തിൽ ജീവിക്കുന്നത് മുത്തശ്ശന് കാണണം. മുത്തശ്ശൻ ശ്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശ, ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം. അവൻ മുത്തശ്ശൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ഇതെല്ലാം കേട്ട് സീതയും സുദേവനും അവിടെ ഉണ്ടായിരുന്നു. ശ്രീ റൂമിലേക്ക് പോകുമ്പോൾ നച്ചുവിൻ്റെ റൂമിലേക്കൊന്ന് എത്തി നോക്കി. ആള് നല്ല ഉറക്കത്തിലാണ്. അവൻ മെല്ലെ ഡോർ തുറന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിലൊന്ന് ഉമ്മ വെച്ചു. അവൾ ചുണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നതും നന്നായി ഉറങ്ങിക്കോ, നാളെ ഉറക്കമൊന്നും ഉണ്ടാവില്ല, ശ്രീ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ റൂമിലേക്ക് നടന്നു. ഇന്ന് ശ്രീയുടെയും നച്ചുവിൻ്റെയും ഫസ്റ്റ് വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ്. ശ്രീയും നച്ചുവും ഒന്നിച്ചു നിന്ന് കേക്ക് കട്ട് ചെയ്തു. ഇരുവരും കൂടെ മുത്തശ്ശൻ്റെ വായിലേക്ക് ചെറിയ കഷ്ണം വെച്ചു കൊടുത്തു. മുത്തശ്ശൻ ഇരുവരെയും അനുഗ്രഹിച്ചു. മുത്തശ്ശൻ കേക്ക് പീസ് ഇരുവർക്കും നൽകി. അപ്പച്ചിയും സുദേവനും അപ്പവും അവർക്ക് ഇരുവർക്കും കേക്കു നൽകി. ഉഗ്രൻ സദ്യ തന്നെ അപ്പച്ചി ഒരുക്കിയിരുന്നു. സദ്യ എല്ലാം കഴിച്ച് നച്ചു മുത്തശ്ശൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ശ്രീ അവളുടെ കാല് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കാൽവിരൽ പൊട്ടിക്കുന്നുമുണ്ട്. കണ്ടോ മുത്തശ്ശ? വേണ്ടടാ, മോൾക്ക് വേദനിക്കുന്നുണ്ടാകും. മുത്തശ്ശൻ വഴക്ക് പറയുമ്പോൾ നച്ചു നാക്ക് നീട്ടി അവനെ കളിയാക്കുന്നുമുണ്ട്. മുത്തശ്ശ, ഇതിലെ ശ്രീയേട്ടനെ പോലെ കുറുമ്പനാണെന്ന് തോന്നുന്നു. എന്ത് ചവിട്ടല! അയ്യോ, നച്ചു പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു പോയി. മുത്തശ്ശൻ അവളുടെ വയറിനെ തലോടിക്കൊടുത്തു. ശ്രീയുടെ റെസ്റ്റില്ലാത്ത പണി കാരണം നച്ചു ഇപ്പോൾ 7ാം മാസമാണ്. നച്ചു ഒന്ന് ഉരുണ്ട് തുടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 2ാം ദിവസം തന്നെ അമേരിക്കയിൽ നിന്ന് വന്നവരെല്ലാം തിരിച്ചുപോയി. നാട്ടിൽ വന്നാൽ ബന്ധുക്കളായിട്ട് ഇവരല്ലേ ഉള്ളൂ എന്നതുകൊണ്ട് നല്ല നിലയിൽ തന്നെ അവരെല്ലാം തിരിച്ചുപോയത്. പിന്നെ അവസാനം ജിത്തു തന്നെ കാവ്യയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കാർത്യാനി അപ്പച്ചി അതോടെ ബാഗും പാക്ക് ചെയ്ത് തിരിച്ചുപോയി. ശ്രീ ഇപ്പോൾ ഒരു അച്ഛനാകാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിലും സീതയുടെ അടുത്ത് അവൻ്റെ കുറുമ്പ് കാട്ടൽ ഇപ്പോഴുമുണ്ട്. നച്ചുവാണ് ശ്രീയോട് ഇപ്പോൾ കുറുമ്പ് കാട്ടുന്നത്. അവൻ അവളുടെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കും. ഒരു കുഞ്ഞിനെ പോലെ തന്നെയാണ് അവൻ അവളെയും നോക്കിക്കൊണ്ട് നടക്കുന്നത്. നച്ചുവിനെ പ്രസവത്തിനായി ലേബർ റൂമിലേക്ക് കയറ്റിയതും ശ്രീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവസാനം റോസ് ടർക്കിയിൽ ഒരു കുഞ്ഞിനെ പൊതിഞ്ഞ് നേഴ്സ് പുറത്തേക്ക് വന്നു. ശ്രീ കുഞ്ഞിനെ വാങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. നച്ചു ശ്രീ നേഴ്സിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, നോർമൽ ഡെലിവറി അല്ലേ, ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവരും. ശ്രീ മുത്തശ്ശൻ്റെ മടിയിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്തു. മുത്തശ്ശ, പെൺകുഞ്ഞാണ്, നോക്കൂ, നച്ചുവിനെ പോലെ തന്നെ ഉണ്ട് അല്ലേ അമ്മേ? അതെ, അവളും ഇതുപോലെ ആയിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ.